ഇതാണ് ഇവന്മാർ റെൻറ്റിനെടുത്ത് മുടിപ്പിക്കുന്ന റൂം. ഇതിൻ്റെ റെൻറ്റ് കിട്ടിയാലായി എന്ന സ്കീമിലാണ് ഹൗസ് ഓണർ നിൽക്കുന്നത്. ഇവൻ സണ്ണി, ആളൊരു പഞ്ചാരയാ. ഇത് ശ്യാം, എല്ലാ ദിവസവും അലാറം വെച്ച് എണീക്കും. എന്തിനാണാവോ? വെച്ചേക്കണത് എടാ ഒറ്റയ്ക്കിരുന്ന് വലിക്കണല്ലേ? എവിടെ എൻ്റെ UG? ഇവൻ മിഥുൻ ഹില്ലറി, പക്ഷെ എല്ലാരും ഇവനെ MH എന്നാ വിളിക്കണത്. ഇതാണ് നിന്റെ UG. അപ്പൊ ഞാൻ ഇനി എന്തെടുത്തിട്ട് വലിക്കാനാടാ? നീ അത് വിട്ടേ, ക്ലാസ്സിൽ വിട്ടേന്ന് വിളിക്കാം. എനിക്ക് കേട്ടോ. സണ്ണി, സണ്ണി എണീച്ചേ. എടാ എടാ സണ്ണി, ഞാൻ വരുന്നില്ലടാ. എടാ പുല്ലേ എണീക്ക്. ഞാൻ വരുന്നില്ല. നിനക്ക് അറ്റൻഡൻസ് ഇല്ല. 37 ക്ലാസ്സിൽ 8 എണ്ണം പോയാൽ 77, ഒന്നുകൂടെ പോയാൽ 76. കൊള്ളാം കൊള്ളാം. ഇതല്ല, ഇതിൻ്റെ അപ്പുറം കടന്നവനാണ് ഈ സണ്ണിക്കുട്ടൻ. കറക്റ്റ്. പോവാടാ. എടാ പോവാണോ? പോവാണോ? പിന്നെ പോവല്ലേടാ, ഒന്ന് പോയടാ. പ്ലീസ്. നീ ഉറങ്ങിയിട്ടൊക്കെ വന്നത് കേട്ടോ. ആ എൻ്റെ ഒരു 500 ഉണ്ട്. 500 എന്താടാ വേണ്ട? നീ പൊക്കോ. എങ്ങനെയാന്ന്? നീ പൊക്കോടാ. അല്ല നിക്ക്. ശ്യാമേ, എന്തായാലും ഇത്ര സമയായി. ഇനി നമ്മള് കോളേജിലേക്കൊക്കെ എടാ ശ്യാമേ പോലെ. എടാ എന്തേ? എന്താടാ? എന്തായാലും അല്ലല്ല പറഞ്ഞേക്ക്. അല്ലളിയ, നീ 500 ഇട്ട സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ബീവറേജിന്റെ ഫ്രണ്ടിൽ കൂടെ കോളേജിലേക്ക് ഫോണില് ചാർജ് ഇല്ല. ഫോണൊക്കെ ചാർജ് ചെയ്യാം. നീ ഇപ്പൊ കോളേജിൽ എന്നാ ഞാനൊരു 500 അങ്ങ് ഇട്ടേക്കാം. ആ കുട്ടാ പറ. സണി, സണി എന്തിയാടാ? കണ്ടൂടെ, നാളത്തെ എക്സാമിന് പഠിക്കാണ്. എക്സാമാ? ഏത് എക്സാം? എക്സാമൊക്കെ ഇന്നലെ കഴിഞ്ഞുവിടെ. കഴിഞ്ഞ എപ്പാ? നല്ല. എടാ നീ വരണ്ട ഷാച്ചേണ്ട കടയിലേക്ക്, ഞങ്ങള് പോവാ. ഷടാ വെറുതെ പഠിച്ച്. ഷാജേട്ടൻ്റെ കടയിൽ പോയാ പറ്റിന് സിഗരറ്റും വലിക്ക, കളറ് പഠിക്ക. എടാ നിക്കണ, ഞാനും വന്നി. ചേട്ടാ ഒരു കളറ്. പക്ഷെ കോളേജ് ഇല്ലാതെ പോയല്ലേ? കോളേജ് ഉണ്ടെങ്കിൽ നീ പോവോ? ഇല്ല, പോവില്ല, ചുമ്മാ. തരാടാ. തീർത്തു. അജു, അജു ഇങ്ങോട്ട് വന്നടാ. ആടാ പ്ലേസ്മെന്റ് കിട്ടുന്നിട്ടു. ആടാ കിട്ടിയടാ. ചെലവൊന്നും കിട്ടിയില്ല. ജോലിയിലൊക്കെ കേറിയിട്ട് തരാടാ. ഏത് കമ്പനിയിലാടാ കിട്ടിയ? ഇൻഫീലടാ. ഇൻഫോസിസേ. ഓ ഇൻഫോസിസ്. എന്നെ വിളിച്ചായിരുന്നു, ഞാൻ പോയില്ലേ. നിനക്കൊരു അനിയത്തിയില്ലേ? അവളുടെ പേരെന്താണ്? ഉണ്ടടാ, അഞ്ജു. അജു, അഞ്ജു, നല്ല കോമ്പിനേഷൻ. അവളെവിടെയാണ് പഠിക്കണത്? പിന്നെ നിനക്കത് അറിഞ്ഞിട്ട് എന്തിനാ? വാ പോവാ. നമ്മുടെ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ. എടാ ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. ചെലവ് അവിടെ തന്നേക്കാടാ. ശരി ശരി. പറടാ.
എപ്പോ? What? ഇപ്പൊ നീ ഉണ്ട്? ഇല്ല. ഞങ്ങളങ്ങോട്ട് വരാം. അവിടെ ഇക്കടാ, ഞങ്ങളങ്ങോട്ട് വരാന്ന്. ഇപ്പൊ വരാം അവിടേക്ക്. സണ്ണി, സണ്ണി എനിക്ക് കാര്യമുണ്ട്. സണ്ണി എണീക്കടാ. ശ്യാമേ, ശ്യാമേ എണീച്ചേ. ശ്യാം, ശ്യാം. എന്താടാ ഇന്ന് കോളേജിലല്ല പിന്നെന്താ? വേറെ കാര്യമുണ്ട്, എണീക്കടാ. സണ്ണി, സണ്ണി. എന്താടാ? നീ കേട്ടെ. എന്താ? എടാ ഇപ്പൊ ഒരു ഫോൺ കോൾ വന്നു. നമ്മുടെ അജുവിന്റെ പെങ്ങളില്ലേ, അവള് ഇന്നലെ മരിച്ചു. She was raped. നമുക്കിന്ന് അവിടെ വരെ പോണം. നീ റെഡിയാവും, ഞാൻ അവനെ വിളിക്കാം. ശ്യാം, ശ്യാം എണീച്ചേ. ശ്യാം എണീക്ക്. ശ്യാം. എന്താടാ സലാമേ, കാര്യം പറ. എടാ ഞാനത് കേട്ട കാര്യമാണ്. ശ്യാമിനെയും അഞ്ജുവിനെയും ഇന്നലെ ബൈക്കിൽ പോണവര് കണ്ടവരുണ്ട്. ശ്യാമിനെയും അഞ്ജുവിനെയും അവരറിയോടിയില്ലല്ലോ. നീ ഈ സമയത്ത് വേണ്ട. അജു ഇപ്പൊ എവിടെ ഉണ്ട്? എടാ അജു ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. വാ നമുക്ക് പോവാ. വാ പോവാ. ശരിടാ. അജു നിങ്ങളായിരുന്നു. അവള് നന്നായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. വലുതാവുമ്പോ അവൾക്ക് ഒരു ഡാൻസുകാരി ആവണമെന്നായിരുന്നു ആഗ്രഹം. എല്ലാം പോയടാ, എല്ലാം പോയി. എന്താടാ? ഇറങ്ങിയടാ. എടാ സലാം പറഞ്ഞത് ശരിയായിരിക്കൂ? ശരിയാണെങ്കിൽ നമ്മൾ ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട്. നീ ശ്രദ്ധിച്ചായിരുന്നോ ഇന്നലെ സംഭവം നടന്നപ്പോ അവൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല. സാധാരണ അലാം വെച്ച് സ്വന്തമായിട്ട് എണീക്കണവനാ. ഇന്ന് മാത്രം എത്ര വിളിച്ചിട്ട് അവൻ എണീച്ചില്ല. ഇനി സലാം കണ്ടത് അവനെ തന്നെയാണെങ്കിലോ? നീ എന്താടീ പറഞ്ഞു വരുന്നത്? എനിക്കറിയില്ല. ബട്ട് ഇതെല്ലാം വച്ച് വായിച്ചു നോക്കുമ്പോ എവിടെയോ എന്തോ ഒരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നീയൊക്കെ രാവിലെ ഇത് എവിടെ പോയതാണ്? അതവിടെ കേട്ടെ. നീ ഇന്നലെ എവിടെയായിരുന്നു? എടാ അതെ, ഞാനിന്നൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ. നിങ്ങളൊക്കെ പറയാൻ വിട്ടുപോയതാ, മറന്നുപോയതാ. എടാ അതെ, ഫോണൊന്ന് റീചാർജ് ചെയ്യാൻ പോണേ. ഞങ്ങളറിയാത്ത ഏത് ഫ്രണ്ടാണ് നിനക്കുള്ള? നിന്നെയും അഞ്ജുനെ ഇന്നലെ ഒരുമിച്ച് കണ്ടവരുണ്ടല്ലോ. അതിനിപ്പോ എന്താന്നോ? എനിക്കൊരു കാര്യം അറിയോ? അവളെ ഇന്നലെ മരിച്ചു. ഇന്നലെ രാത്രി നീ റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ പോയെ? ഇന്ന് രാവിലെ ചോദിച്ചപ്പോ എങ്ങനെയാണത് കൂട്ടുകാരുടെ വീട്ടിലേക്ക് ആയേ? എങ്ങനെയാണത് ഇന്ന് മാറിയേ? അല്ലെങ്കിൽ നീ എല്ലാ ദിവസവും രാവിലെ എണീക്കണേണല്ലോ, ഇന്ന് മാത്രം നിനക്ക് എണീക്കാൻ പറ്റില്ല അല്ലേ? ഒരു പരിചയമില്ലാത്ത പെണ്ണും കുട്ടി നീ എങ്ങോട്ടാണ് ഇന്നലെ രാത്രി പോയ? She was raped yesterday. സത്യം പറടാ, ഇതിൽ നിനക്ക് വല്ല പങ്കുണ്ടാ? ഹലോ, സലാമേ പറ. പറ മിഥുനെ, വന്നേ. വാടാ ഒന്ന് വാ. എടാ സലാം വിളിച്ചായിരുന്നു. സലാം പറഞ്ഞത് ചെയ്ത ഗ്യാങ്ങിനെ പോലീസ് നോക്കിയെന്ന്.
എടാ എമ്മച്ചേ, എടാ സണ്ണി, പറ എന്താണ് പ്രശ്നമെന്നെങ്കിലും ഒന്ന് പറ. എടാ സലാം വിളിച്ചായിരുന്നു. ചെയ്തവന്മാരെ പോലീസ് നോക്കി. ഒരു കാര്യമില്ലാതെ എന്നെ സംശയിച്ച സാഹചര്യം അങ്ങനെ പോയി, അതുകൊണ്ടാ. അവളെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. സ്കൂളിൽ എന്റെ ജൂനിയർ ആയിരുന്നു അവള്. അവൾ എന്നോട് ലിഫ്റ്റ് ചോദിച്ചപ്പോ ഞാൻ അവളെ ആക്കി കൊടുത്തു. നീയൊക്കെ എന്താ വിചാരിച്ചേ എനിക്കും ഇതിൽ പങ്കുണ്ടെന്ന് അല്ലേ? അടിപൊളി. എടാ അത് എടാ എമ്മച്ചേ, സണ്ണി, ഞാൻ പോവാ. ശ്യാമേ, തെറ്റിന്റെ ഭാഗത്താണ്. വേണ്ട. എടാ അജുവിന്റെ വിഷമം സലാം പറഞ്ഞ വെച്ചൊക്കെ നോക്കുമ്പോ എടാ ക്ഷമിക്ക്, ഈ പ്രാവശ്യത്തേക്ക് പ്ലീസ്. നീ ആ ബാഗ് കളിയാ, ക്ഷമിക്കളിയാ. നിനക്കൊരു അനിയത്തിയില്ലേ? അവളുടെ പേരെന്താണ്? അവളെവിടെയാണ് പഠിക്കണത്? പിന്നെ എനിക്കതറിഞ്ഞിട്ട് പോവാ. നീ റെഡിയാ, ഞാൻ അവനെ വിളിക്കാം. ശ്യാം, ശ്യാം എണീച്ചേ. ശ്യാം എണീക്ക്. ശ്യാം, കാശ് സെറ്റായോ? ഞാൻ നാളെ അഞ്ജുവിനെ കൊണ്ട് പാലത്തിന്റെ അടിയിൽ വരും. ബൈക്കിലാണ് ഞങ്ങൾ വരുന്നത്. സമൂഹത്തിൽ നിരവധി കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിൽ പിടിക്കപ്പെടുന്നവരെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ ആരും മനസ്സിലാക്കുന്നില്ല. അവർ ഇന്നും നമ്മുടെ ഇടയിൽ മാന്യതയുടെ മുഖംമൂടി ധരിച്ച് നടക്കുന്നുണ്ട്. അവരിൽ നിന്നാണ് നാം ഓരോരുത്തരും രക്ഷപ്പെടേണ്ടത്.